ഈ ബുക്കുകളിലെ ഇതെല്ലാം അച്ഛൻ എഴുതിയ ബുക്കുകളാണ്. എന്തൊരത്ഭുതം! എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ല, ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ. ഉത്തരം കാണാത്തൊരു ഈ ചോദ്യങ്ങൾക്ക് അവസാനം ഉത്തരം എഴുതുമെൻ മരണപത്രത്തിൽ. ഇതാണ് അച്ഛൻ്റെ ഇരിക്കുന്ന കസേര. ഇതായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ നീ ഒരിക്കലും എത്ര വലിയ നിനക്ക് വിശ്വാസമുള്ള കാര്യമാണ് ഒരിക്കലും തർക്കിക്കില്ല. ഇത് ചിരിക്കുന്ന മുഖമാണ്. അതെ, അപ്പുറത്ത് കരയുന്ന മുഖമാണ്. ഓ, അവിടെ ചിരിക്കുന്ന കോമഡി ട്രാജഡി ഇതായിരുന്നില്ല പണ്ട് നാടക സങ്കല്പം. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്തിലെ ഒളശ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒളശയിൽ ഞാൻ നിൽക്കുന്ന വീട് യശശരീരനായ NN പിള്ളയുടെ വീടാണ്. നമ്മുടെ NSSൻ്റെ കരയോഗത്തിനോട് നേരെ ഓപ്പോസിറ്റുള്ള NN പിള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ അടയാളങ്ങൾ ഉറങ്ങുന്ന ആ വീട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് NN പിള്ളയുടെ കൊച്ചുമോളുടെ മോളാണ്. അതായത് നടൻ വിജയരാഘവൻ്റെ കൊച്ചുമോളാണ്. നമുക്ക് വിജയരാഘവനെയും NN പിള്ളയുടെ വീടും ചരിത്രവും വിജയരാഘവനെയും ആ വീട്ടിലെ അന്തേവാസികളൊക്കെ പരിചയപ്പെടാം. വരൂ. അച്ഛൻ്റെ സ്മൃതി കൂടിയിട്ട് അല്ലേ? അതെ അതെ. ഈ അച്ഛൻ്റെ വരികൾ തന്നെയാണോ? ഇതിനെന്തെങ്കിലും ചരിത്രമുണ്ടോ ഇങ്ങനെ വരി? ഞാൻ പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയിരുന്നു ഒരു 73 ആ സമയത്താണ്. കോളേജിൽ അങ്ങനെ നാടകം തുടങ്ങി. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. അപ്പോൾ ഈ പഴയ വീട്ടിൽ നാടകത്തിൻ്റെ നോട്ടീസും ടിക്കറ്റൊക്കെ അടിക്കാൻ വേണ്ടി തുടങ്ങി. അച്ഛൻ്റെ പുസ്തകങ്ങൾ അടിക്കാം അന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ എന്ത് വേണം? അച്ഛൻ ഞാൻ പറഞ്ഞ ആ പ്രസ് പഴയ വീട് നിങ്ങൾ ആദ്യം വീട് തന്നെ അത് പ്രസ്സാക്കി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പല ഞാൻ പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും എഴുതാം. അത് പെട്ടെന്ന് എങ്ങനെയാണ് എഴുതി തരാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാം. എന്തായാലും അച്ഛൻ എഴുതിട്ട് മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് അച്ഛൻ എഴുതിയതാണിത് ഈ വരികൾ. എന്തൊരത്ഭുതം! എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ അല്ല, ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ. ഉത്തരം കാണാത്തൊരു ഈ ചോദ്യങ്ങൾക്ക് അവസാനം ഉത്തരം എഴുതുമെൻ മരണപത്രത്തിൽ ഞാൻ. അച്ഛൻ്റെ ഒരു ജീവിതത്തിലുള്ള കൺസെപ്റ്റ് അതായിരുന്നു. അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട്, ലോകം ആത്മഹത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം ലോകം ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ടിങ്ങനെ ഒരു പരമാണുവിൽ അന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരമാണുവിൽ ഞാനുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഭൂമിയായി. പക്ഷെ ആ പരമാണുവിൽ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ജന്മമാണ് ഞാൻ എന്നുള്ളത്. ഞാൻ ജനിച്ചപ്പോൾ കാണുന്നതാണ് ലോകം. ഈ മരിക്കുമ്പം ഈ ലോകം തീർന്നു. അപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം സൃഷ്ടിച്ചത്. മനസ്സിലായി. ആ ഒരു പേഴ്സണലൈസ്ഡ് കൺസെപ്റ്റ് ആയിരുന്നു. അതെ. അല്ലാതെ അപ്പുറത്തേക്കുള്ള വലിയ ഇതൊന്നുമില്ല. അല്ല അങ്ങനെയുണ്ട്. ഈ ലോകം സൃഷ്ടിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യന് വേണ്ടി ആവാം. ഓക്കെ. മനുഷ്യന്റെ ഞാനാണല്ലോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. അപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ സംഭവം ലോകത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ആയിരിക്കാം. അത് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. ഞാൻ ജനിച്ച് വീണു അന്ന് മുതൽ ഞാൻ കാണുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലോകം കഴിഞ്ഞു. അച്ഛന്റെ വിശ്വാസങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ല അല്ലേ? ഒരിക്കലും ഇല്ല. അത് വെറുതെ ചുമ്മാ വിശ്വാസത്തെ എതിർക്കുകയല്ലായിരുന്നു. നന്നായിട്ട് പഠിച്ച ശേഷം അച്ഛനും അസലായിട്ട് ഗീതയും ബൈബിളും ഖുറാനും എല്ലാം അറിയാമായിരുന്നു. ഈ ഉപനിഷത്തുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, പിന്നെ സംസ്കൃതം നന്നായിട്ട് അറിയാമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. ഇതിവിടെ വെക്കാൻ കാര്യമാണ് ഈ ഇത് എഴുതി കൊത്തി വെക്കാൻ. അച്ഛൻ
അപ്പം ഞങ്ങളെല്ലാ അച്ഛനും ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കും. അപ്പം അച്ഛൻ ദൈവവിശ്വാസമില്ല. ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഒരു വിശ്വാസമില്ല മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ തർക്കിക്കും. അച്ഛൻ പറയും എനിക്ക് എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല, ഞാൻ തർക്കിക്കാനൊന്നും നിങ്ങളോട് വരുന്നില്ല, ഒന്നിനെപ്പറ്റി തർക്കിക്കലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ജീവിതത്തിൽ നീ ഒരിക്കലും എത്ര വലിയ നിനക്ക് വിശ്വാസമുള്ള കാര്യമാണ് ഒരിക്കലും തർക്കിക്കരുത്, പറയാം 1-2 പ്രാവശ്യം കാര്യം പറയാം. അല്ല അങ്ങനെയല്ല അടിച്ചേൽപ്പിക്കരുത് എന്ന് നീ ഒരിക്കലും പറയരുത്, അവരുടെ വിശ്വാസമാണ്, നീ തർക്കിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ അച്ഛൻ തർക്കിക്കാറില്ല. പക്ഷെ അച്ഛൻ എനിക്കങ്ങനെ വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിലും ഇപ്പം മരണം എന്ന് പറയുന്നത് സത്യമാണ്. അതെ, ആ സത്യം കഴിയുമ്പോൾ ആ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ വസ്തുവുണ്ട്, അത് ചിലപ്പം ബോഡി എന്ന് പറയും അല്ലേ, അതെന്ത് ചെയ്യണം നമുക്ക്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യണം. അപ്പോൾ ഞാൻ എന്നാലും എന്തെങ്കിലും അച്ഛൻ്റെ എനിക്കൊരു ആഗ്രഹങ്ങളുണ്ട്. അവസാനം ഞങ്ങൾ പറഞ്ഞു ചുട്ടുകരിക്കുകയോ വെട്ടിമൂടുകയോ ഇതാണ് പ്രയോഗിക്കുന്ന ഭാഷ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അല്ല പറ്റുമെങ്കിൽ ആ 4 വരി അവിടെ ഒരു കല്ലയിലൊന്ന് കുത്തി വെച്ചേക്ക്, എന്ത് വേണം ചെയ്തു നിങ്ങൾ എന്ന് പറഞ്ഞു. അതാണ് ആ വാക്ക്. ഇത് അന്ന് മരണം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെയ്തു? അടുത്ത വർഷം ചെയ്തു. അപ്പം ഇത് ഈ കൺസെപ്റ്റ് എന്താണ്? ഇത് ഞാൻ സിനിമയിൽ അഭിനയിക്കും. ഞാനും VK ശ്രീരാമൻ പിന്നെ വസന്ത് എന്ന് പറയുന്നൊരു ആർട്ട് ഡയറക്ടർ ഉണ്ട്, അതായത് നമ്മുടെ ദേശാടനൊക്കെ ചെയ്ത് അത് ഞാൻ വലിയ ആർട്ട് ഡയറക്ടറായി. അപ്പം അങ്ങനെ അപ്പം ഈ ആശയം എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശ്രീരാമൻ എനിക്ക് സാധനം ചെയ്യണം, ഇങ്ങനെ കൃഷ്ണശില വേണം, സിമെന്റ് ചെയ്താൽ എന്തെങ്കിലും നശിച്ചു പോകില്ലേ, ഇത് നശിക്കാത്തൊരിതായിരിക്കണം നമ്മളോട് കാണുന്ന കാലം. അപ്പം അതിനൊരു എന്താണ് അതൊരു ശില്പം, അപ്പം രൂപം നമ്മൾ അച്ഛൻ്റെ ഇതൊന്നും ഉണ്ടാക്കണ്ട, പ്രതിമ ഒന്നും വേണം. അച്ഛൻ തന്നെ പല നാടകത്തിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രതിമ വയ്ക്കുന്നതിനെ പോയി കാക്കയ്ക്ക് തൂറാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അത് വേണ്ട, ഒരു നാടകം എന്നുള്ള കൺസെപ്റ്റ് എല്ലാം കൂടി അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ഒരു സ്റ്റേജ്. ഇത് ചിരിക്കുന്ന മുഖമാണ്, അപ്പുറത്ത് കരയുന്ന മുഖമാണ്. അവിടെ ചിരിക്കുന്ന കോമഡി ട്രാജഡി ഇതായിരുന്നില്ല പണ്ട് നാടക സങ്കല്പം. ഈ അരിസ്റ്റോട്ടൽ തിയറി അനുസരിച്ച് നാടകങ്ങൾ 2 ആയിരുന്നു. മനസ്സിലായി. അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ സ്റ്റേജിന്റെ ഒരു മാസ്ക്, പിന്നെ ഒരു കത്തിന്റെ മുകളിലുള്ള അതൊക്കെ വെച്ചിട്ട് വസന്താണ് അതിന്റെ ഒരു ചിന്ത. വസന്ത ഞാനും ഈ ശ്രീരാമനുണ്ട്. ഒരിക്കലും ഞാൻ പ്രകടമായിട്ട് പറയണ്ട, മരിച്ച ദിവസം ഞങ്ങള് പൂവല്ലായിട്ട് വിളക്ക് കത്തിക്കും. അച്ഛൻ ജനിച്ച ദിവസം, അച്ഛന് ഇപ്പം കഴിഞ്ഞ ദിവസം 105 വയസ്സായി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അന്ന് ഞങ്ങൾ 105 വിളക്ക് കത്തിക്കും. അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം. അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ കുറെ പേര് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഒരു പേഴ്സൺ. അങ്ങ് പൊതുവെ എവിടെയാണെങ്കിലും ആ ദിവസം കൂടെ ഉണ്ടാവും നോക്കും അല്ലേ? ഉറപ്പായിട്ടും അന്ന് മുതൽ എന്നും ഉണ്ടാവും. നവംബർ 14 എന്നും ഉണ്ടാവും. നവംബർ 14 ശരി, ശിശുദിനത്തിന്റെ അന്ന്. അതെ. ഇത് അച്ഛൻ പറഞ്ഞ വീട്. ഇത് അച്ഛൻ്റെ ഒരു അമ്മാവൻ, ഒരു പാച്ചുപിള്ള എന്ന് പറഞ്ഞ ആളുണ്ട്, നളൻ പാച്ചുപിള്ള എന്നാ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അതായത് പണ്ട് പുള്ളി നളനായിട്ടൊക്കെ അഭിനയിച്ചു. അന്ന് ഞാൻ ഈ പഴയ നാടകങ്ങളെ പറ്റിയൊക്കെ പുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ പാട്ട് പാടിയാണല്ലോ നായകൻ പ്രവേശിക്കുന്നത്. ബിബ്ബലൻകുട്ടീശ്വരൻ എന്നൊരു ബില്ല് നടന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി മുത്തശ്ശൻ പറയും. പുള്ളി ഇങ്ങോട്ട് രാഗവിസ്താരത്തോടുകൂടിയാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ പിന്നെ സ്റ്റേജിൽ നിന്നുകൊണ്ട് രാഗവിസ്താരം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ആയിരുന്നു. അപ്പൊ മുത്തശ്ശന്റെ ആയിരുന്നു ഈ വീട്. അപ്പൊ മുത്തശ്ശൻ കല്യാണം കഴിച്ചത് അമ്മയുടെ ഒരു അമ്മുമ്മയാണ്. മനസ്സിലായി. അപ്പൊ ആ അമ്മ കല്യാണം കഴിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ വൈക്കംകാരനാണ് ഇവിടെ വന്നത്. മുത്തശ്ശൻ ഇവിടെ വന്നതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അടുത്ത താമസം. ഇത് പഴയ നാടകത്തെ വണ്ടി ഇട്ടിരുന്ന സ്ഥലം. അത് പിന്നെ ഇപ്പൊ അങ്ങ് മാറ്റിയെടുത്തു. മാറ്റി വേറെ സാധനമൊക്കെ വെച്ച് ഒരു മുറിയൊക്കെ എടുത്തു. ഇതിപ്പോ ഇത് വന്ന അപ്പം ഓർമ്മ ഇവിടെയാണുള്ളത്. കുട്ടേട്ടന്റെ ഓർമ്മ ഇവിടെയാണ്. ഇത് 70-ലാണ്. അതിനു മുമ്പ് ഇതൊരു ഒരു തടി അറയുന്നരയൊക്കെ ഉള്ളൊരു പഴയ വീടായിരുന്നു. ഞാനൊക്കെ ഇവിടെ ആദ്യം താമസിക്കുമ്പോൾ അറയുന്നരയൊക്കെ അത് മാറ്റേണ്ടി വന്നല്ലേ? അത് കഴിഞ്ഞ് അത് പൊളിച്ചിട്ട് ഇപ്പൊ ഈ പണി അന്ന് മുതൽ മാറ്റി പണിത് കാണും. അങ്ങനെയല്ല, ഈ മൊസൈക്കൊക്കെ ആയിരുന്നു, അതൊന്ന് മാറി ഇത് കരിങ്കല്ലായിരുന്നു. ഒരു അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ.
ഈ പ്രൊഫൈൽ ആര് ചെയ്തതാ ഈ ചിത്രം? ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തതാണ്. ആന്നാ, അച്ഛൻ്റെ ഫോട്ടോസ് ഒരുപാട്, ഇതിപ്പം ആ സിനിമയിലെ ഫോട്ടോയുടെ അതെ കുറെ അതിൻ്റെയാണ്. ആ. എന്നിട്ട് ഈ അന്ന് അച്ഛൻ മരിച്ച സമയത്ത് ഒരുപാട് പേര് ഈ പത്രങ്ങളും അതിനു വേണ്ടി ഫോട്ടോസൊക്കെ കൊണ്ടുപോയി. ഉം. പിന്നെ കിട്ടിയില്ല. സത്യം തിരിച്ച് കിട്ടിയില്ല. അന്ന് പിന്നീടാണ് ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരയ്ക്കണമെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഈ സിനിമയുടെ ഒരു ഫോട്ടോ കിട്ടി. അത് വെച്ചാ അതും പിന്നെ സാധാരണ അച്ഛൻ്റെ കുറച്ച് നമ്മളെ പല ഇതും സിനിമയിലേ അല്ലേ? അല്ലല്ല അത് ഒറിജിനൽ. ഒറിജിനൽ വലിയ വ്യത്യാസമില്ല, ആ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇച്ചിരി പൗഡർ കൂടുതൽ കാണും അല്ലേ? അതെ അതെ അതെ. ഇത് അമ്മ, ചിന്നമ്മ. അമ്മ അമ്മയായിരുന്നു നമുക്കൊരു അല്ലേ ഒരു. അയ്യോ പിന്നെ എനിക്ക് മാത്രല്ല അച്ഛനും പറഞ്ഞല്ലോ അച്ഛൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തകർന്നു പോയി. അച്ഛൻ തകർന്നു പോയി. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എനിക്കും അറിയില്ല എത്രമാത്രം ഇവർ തമ്മിൽ എത്രമാത്രം ഒരു അടുപ്പമുണ്ടായെന്നുള്ളത്. ഇത് ചിറ്റമ്മ, അച്ഛൻ്റെ പെങ്ങള്, അച്ഛൻ്റെ ഓമന. ഒരു ഗംഭീര ആർട്ടിസ്റ്റ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഏറ്റവും വലിയ സഹായിയായിരുന്നു അല്ലേ? അച്ഛന് സഹായം. ചിറ്റ നല്ല ഭാഷയുണ്ടായി. ചിറ്റ പഴയ 9ാം ക്ലാസ്സാണ്. ഓ, അന്ന് വേണേൽ സ്കൂളിലൊക്കെ അധ്യാപകയായിട്ട് ജോലി കിട്ടും. മനസ്സിലായി. അപ്പം ചിറ്റയായിരുന്നു അച്ഛൻ എഴുതുന്നത്. അച്ഛനെ ഒരു പ്രത്യേക രീതിയിൽ എഴുതുന്നു. ഞാൻ കാണിക്കാം. അച്ഛൻ്റെ ലെഡ്ജർ ബുക്കില്ലേ, വലിയ ലെഡ്ജർ ബുക്കിൻ്റെ വലതുവശം എഴുതും, ഇടതുവശം വിടും. അപ്പം ഈ ബാക്കി തിരിച്ച് എഴുതാനുള്ളത് അങ്ങനെ ആൾക്കാർ ലെഫ്റ്റിൽ എഴുതും. ഒരു പ്രാവശ്യം അച്ഛൻ എഴുതുള്ളൂ. അങ്ങനെ എഴുതിട്ട് പിന്നെ തിരുത്തി പിന്നെ വിട്ടേക്കും. പിന്നെ ചിറ്റയാണത് തിരുത്തുന്നത്, പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ചിറ്റ ഗംഭീര ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ചിറ്റയാണ്. ഈ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്, ബോഡി ലാംഗ്വേജ് ഒക്കെ. എന്റെ ഫസ്റ്റ് ഫോട്ടോ ആണ് രണ്ടാമത് മലേഷ്യ വെച്ചെടുത്തതാണ്. എന്റെ ഫസ്റ്റ് കുഞ്ഞുണ്ടായിട്ടില്ല, മൂന്നാമത്തെ പിന്നെ ഇവിടെ തിരിച്ചിവിടെ വന്ന ശേഷം എനിക്ക് 5 വയസ്സായപ്പോഴാണ് അന്നും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു. സമ്മതിക്കണം അച്ഛനെ. എത്ര ഫോട്ടോ എല്ലാം പോയി. ഇത് എങ്ങനെയോ 72 കൊല്ലം മുമ്പത്തെ 72 കൊല്ലം മുമ്പത്തെ പടം. ഈ ശബ്ദം അത് 50 ദിവസം ഓടിയല്ലേ? അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു മൊമെന്റ്. ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം. ഇത് അച്ഛന്റെ ബുക്സ് ആണോ അതോ? അച്ഛന്റെ പിന്നെ ഞാൻ വാങ്ങിച്ചു. അങ്ങനത്തെ കുറെ അച്ഛന്റെ ബുക്സ് ഒരുപാടുണ്ട്. അല്ല, ഈ നാടകമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാത്ത ബുക്സാണ്. വേറെ ഇത് കാണിക്കാം. അല്ല, ഈ പടങ്ങൾ അച്ഛന്റെ ആ കാലത്തെ വിവിധ പ്രായത്തിലെ അതെ അതെ അല്ലേ? ആ പടങ്ങൾ ഇത് നിങ്ങൾ പിന്നീട് ചെയ്താണോ? ആദ്യം പലപ്പോഴും എടുത്താണ്, അത് ഒന്നിച്ചാക്കിയതാണ്. ഇത് കണ്ടോ പഴയ ഈ ബുക്കുകളില്ലേ? ഇതെല്ലാം അച്ഛൻ എഴുതിയ ബുക്കുകളാണ്. കൈപ്പിടിയില് ഇതല്ല ഇത് ഈ ബുക്കുകളാ. ഇത് കണ്ടോ? അച്ഛൻ ഇതെപ്പോഴും കൈ ഡയറി കൊണ്ട് നടക്കും. ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞത് അപ്പം തോന്നുന്ന ചില കാര്യങ്ങൾ അന്നേരം എഴുതും. ഇങ്ങനെ ഇതല്ല, ഇത് വേറെ. അങ്ങനെ അസ്സലാമു അലൈക്കും 54 മുതൽ 55 വരെ. 54 അസ്സലാമു അലൈക്കും, 52 പുതിയ വെളിച്ചം. ഇങ്ങനെ അത് ചിറ്റ എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞ ഇതല്ല, ഇതാകണ്ട ഇത് അത് തോന്നുന്നൊക്കെ എഴുതി വെക്കുന്നതാണ്. ഇന്ന് കവിത എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഏതാണിനും പെണ്ണിനും എഴുതാം, അത് എഴുതി. പക്ഷെ ഇത് എവിടെയെങ്കിലും ഇത് എഴുതി കഴിഞ്ഞാൽ ലേഖനത്തിലോ എഴുതി കഴിഞ്ഞാൽ ഇത് വെട്ടും, പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതങ്ങനെ കണ്ടോ, ഇതൊക്കെ അടുക്കും ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ട്. അത് ഇത് അല്ലെ എഴുതുന്നതെല്ലാം ഉണ്ടായിരിക്കും. ഇത് ഈ ഡയറികളെല്ലാം ഫുൾ അച്ഛൻ്റെ ഉപയോഗിച്ച ഡയറികളെല്ലാം. അച്ഛൻ്റെ മുറി ഏതായിരുന്നു? ഇതാണ് അച്ഛൻ്റെ ഇരിക്കുന്ന കസേര. ഇതായിരുന്നു ഇവിടെ ഇരിക്കുന്നത്, ഈ റൂമിൽ തന്നെ ആയിരിക്കുന്നതും. ഇവിടെയായിരുന്നു. ഇത് അച്ഛന് ഞാൻ പറഞ്ഞ ഇതാ എഴുതുന്ന രീതി ഉണ്ടോ, ഇങ്ങനെ എഴുതി ഇത് ഇവിടെ എഴുതും. അല്ല, ഇനിയിപ്പോൾ ഈ കുതിട്ടിരിക്കുന്നുണ്ടല്ലോ, അതിവിടെ ആഡ് ചെയ്യാനുള്ളതായിരിക്കും, അതിവിടെ മാർക്ക് കാണും. ഓക്കെ അങ്ങനെ അത്ര കൃത്യതയോടെയാണ് ചെയ്തിരുന്നത്. അപ്പം ഇത് ഒരിക്കൽ കറിയാച്ചനോടോ നമ്മളെ കറിയാച്ചൻ വന്നു. കറിയാച്ചൻ വന്നു, കുട്ടാ ഇതൊരു ഭയങ്കര ഒരു ട്രഷറാണ്. അതായത് ബാക്കി എല്ലാവരുടെയും എഴുത്തുകൾ അവർക്ക് പോലും കിട്ടുന്നത് വലിച്ചു കളയും. അല്ല, ഇതുപോലുള്ള വലിയ ലക്ചർ ബുക്കുകളിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ട് ആവശ്യം കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയും. വിശ്വകലാ സമിതിയെ പറ്റി എഴുതിക്കുന്ന 1952 സ്ഥാപിച്ചു. ഒന്നും നഷ്ടപ്പെടരുത് നിർബന്ധമായിരുന്നു അച്ഛനല്ലേ? അച്ഛൻ പണ്ട്, അതായത് മലേഷ്യ പോകുമ്പോൾ എഴുതിയ കവിതകളായിരുന്നു. അയ്യോ,
കണ്ടോ ഇന്നത്തെ അക്ഷരം ഒന്ന് കവിതകൾ എഴുതുമായിരുന്നു. എന്നാ നല്ല മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ അതായത് 1948 38. ഒയ്യോ, ഇത് കണ്ടോ മയ്യനാട് എന്നെപ്പറ്റി മറ്റേ ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതിയ മറ്റേ അശോകൻ എഴുതിയ തോന്നുന്നു 75 പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ അത് വന്നുകൊണ്ടിരുന്ന ആത്മകഥ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് വേറെ ഇത് അശോകൻ കണ്ടോ ഞാൻ പറഞ്ഞു മയ്യനാട് അശോകൻ എന്ന് പറഞ്ഞാൽ മറ്റേ സുകുമാരൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഇങ്ങോട്ട് കത്തയച്ചു. ഇത് നെടുമ്പിള്ളിക്ക് ഇത് കൊല്ലത്തുനിന്ന് ചാമ്പിശ്ശേരി. ഒന്ന് സോവിയറ്റ് യൂണിയനൊക്കെ നോക്കിയാൽ സോവിയറ്റ് യൂണിയൻ ലെറ്റർ കണ്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഇതൊക്കെയാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ അല്ലേ? അല്ല വേറൊന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഇത് അതാണ് അതുപോലെ പുതിയ തലമുറ ആരും സൂക്ഷിക്കത്തില്ല. അല്ല ഞാൻ പറഞ്ഞതല്ല, എന്റെ വലിപ്പം പറഞ്ഞല്ല. അല്ല കറക്റ്റ് എത്രയോ ഞാനിത് അല്ല അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അതല്ല ദുഃഖകരമായ കാര്യം പറയട്ടെ. ഈ SPCS പണ്ട് കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും വരും. തകഴിച്ചേട്ടൻ, കേശവദേവ്, P. കുഞ്ഞിരാമൻ നായർ, ഇത് കോട്ടയത്താണല്ലോ. കോട്ടയത്ത് ഇവിടെ വന്ന് എഴുതി കൊടുക്കുക, പൈസ വാങ്ങിക്കുക, ചിലപ്പോൾ കൂടുതൽ മുന്നേ പൈസ വാങ്ങിക്കും. അപ്പോൾ ഇവരൊക്കെ കോട്ടയത്താണ് തങ്ങുന്നത്. തകഴിച്ചേട്ടൻ എങ്ങനെ വെച്ചാൽ അദ്ദേഹത്തിന് പ്രൂഫ് വേറെ ആൾ നോക്കി ഇഷ്ടപ്പെടുകയില്ല, അക്ഷരത്തെറ്റ് വരുത്തും. ഇവന് വല്ലതും അറിയാം, അന്ന് അക്ഷരങ്ങൾ നിരത്തിയിട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യം 2 ചാപ്റ്ററൊക്കെ ആക്കി എഴുതി കൊടുക്കും, ബാക്കി അവിടെ തന്നെ ഇരുന്ന് എഴുതുക. പെൻസിലും കൊണ്ട് എഴുതുന്നത് അദ്ദേഹം, എന്നിട്ട് എഴുതിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ പ്രിൻ്റ് എടുക്കുന്ന ഇതെടുക്കും, നിരത്തി പുള്ളി തന്നെ വായിക്കും. വായിച്ചു ആ കുഴപ്പമില്ല അല്ലെ മാറ്റണം എന്നൊക്കെ പറയും. ഇവനിത് വായിച്ചിട്ട് ഈ പേപ്പർ എന്ത് ചെയ്തു ഇത് ചുരുട്ടി കൂടി കാളായി. ആലോചിച്ച് എന്നോട് ഒരാൾ പറയും തകഴിച്ചേട്ടൻ ഇതുപോലുള്ള ബഷീർ, തകഴിച്ചേട്ടൻ അങ്ങനെയുള്ള പ്രമുഖരായ ആൾക്കാർ, P. കുഞ്ഞിരാമൻ നായർ എല്ലാം ഈ പേപ്പറുകളിൽ ഇവർ കൂട്ടിയിട്ട് കഴിഞ്ഞ് അവസാനം ഇത് പിടിവണ്ടിയിൽ അടുത്തുള്ള പയ്യനുണ്ട്, അവന് ചായ കുടിക്കാൻ പൈസ കിട്ടാൻ വേണ്ടി അവൻ ഈ പിടിവണ്ടിയെ കയറ്റിക്കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. അവൻ ഇപ്പോഴെന്ന് പറയാം അത് ഇവരുടെയൊക്കെ കത്തുകളായിരുന്നുള്ളൂ ഞാനിപ്പോഴും അറിയുന്നത്. അല്ല അവനൊന്നും അറിയില്ല. അതെടുത്ത് വെച്ചായിരുന്നെങ്കിൽ അല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ വില ഇപ്പൊ നിങ്ങൾ തകഴിച്ചേട്ടൻ ആരെ മലയാളത്തിലെ SPCS ബോധമില്ലാത്തതുകൊണ്ട് അവരെടുത്ത് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞ അതാണ് സാഹിത്യത്തോട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് കറക്റ്റാണ്. ഈ കസേര ആരും ഇരിക്കത്തില്ല. ഇല്ല ചിഹ്നം മുതലിരിക്കും. അച്ഛനെ പൈപ്പ് വലിക്കായിരുന്നു. പൈപ്പ് അങ്ങനെ അത് ബ്രൂക്കിൻ റിഫ് എന്ന് പറഞ്ഞ ഈ പുകലയാണ് വലിച്ചത്. ബ്രൂക്കിൻ റിഫ് എന്നുണ്ടോ അതിന്റെ പേര്. ഇംഗ്ലണ്ടിൽ തോന്നുന്നതാണോ? അത് കുവൈറ്റിലുള്ളൊരു അച്ഛൻ്റെ ഒരു ആരാധന ഉണ്ടായിരുന്നു. അപ്പം അവര് ഇടയ്ക്ക് തീർന്നോ ചോദിക്കും. അപ്പോൾ തീരുന്നതനുസരിച്ച് കൊടുത്തയക്കും. ഓ ഇത്ര ഇരിക്കുമോ? വളർത്ത് വയ്ക്കുന്നു. ഓയ്യോ അതിരിക്കും. അന്ന് അവസാനം ഇത്ര വർഷമായി ഇത് ഇവിടെ കത്തിച്ചാണല്ലോ ഈ വീട് മുഴുവൻ വാസനയായിരിക്കും. ഇത് പൈപ്പിൽ അല്ല ഞാൻ ഇത് ഇവിടെ കത്തിച്ചിരിക്കുമ്പോഴേ ഇവിടെ മുഴുവൻ വാസന, ഭയങ്കര വാസന. ഇത് തീർന്നോ ഇത് വിളിച്ചു. അപ്പം ഞാൻ അച്ഛൻ അവസാനം ഉപയോഗിച്ച് പക്ഷേ ഇത് എത്ര വർഷമായിരുന്നു? ഇപ്പം 25 വർഷമാണ്. പിന്നെ പേന കുറേ പേന പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛൻ. എൻ്റെ മോനൊക്കെ പിന്നെ ഈ ബുക്കുകളെല്ലാം 1 അല്ല 5 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അച്ഛൻ. പിന്നെ എല്ലാം നോട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വായിച്ച അപ്പം തന്നെ നോട്ട് എഴുതും. പിന്നെ ചിലപ്പോൾ ഇതേ തന്നെ അച്ഛൻ്റെ പുസ്തകങ്ങളാണ് ഇതേ തന്നെ വരച്ചു വെക്കും. പിന്നെ വേറെ വല്ലവരുടെ ബുക്ക് വാങ്ങിക്കുകയാണ് നോട്ട് എഴുതി. പണ്ട് ഈ പറഞ്ഞ ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് ഇവിടുന്ന് നടന്ന് കോട്ടയത്തിന് പോകും. വണ്ടിക്കൊരു 4 വേണം, 4 ഇല്ല. അവിടെ പോയിട്ട് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ പോയി വായിക്കും. രാത്രിയാകുമ്പോൾ അവിടെ 5 മണിയാകുമ്പോൾ നടന്ന് രാത്രിയാകുമ്പോൾ നടന്നു. ഒരു കാര്യമില്ല. അന്നൊക്കെ വല്ല ഉദ്ദേശം വേണ്ടേ, വായിക്കാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ഒരു അല്ലാതെ നാടകകൃത്താവണമെന്നോ അച്ഛൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലായിരുന്നു. വായിക്കാൻ ബുക്ക് വേണം. അതൊരു ചില സൃഷ്ടിയാണത്. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാ അച്ഛൻ്റെ മുറി, കിടപ്പുമുറി. ഇത് എൻ്റെ കിടപ്പുമുറിയാണ് ഇപ്പോൾ. അച്ഛൻ്റെ അച്ഛൻ ഇവിടെ ആയിരുന്നു കിടന്നിരുന്നു. ഇവിടെയായിരുന്നു. നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റിയല്ലോ, അത് വലിയ കാര്യം. അച്ഛന് ഏറ്റവും വലിയ ഈ പുഴുവരിച്ച ചോറും കൊണ്ടും ഈ പറഞ്ഞ ജീവിതത്തിൽ പഴയ പല വീട്ടിൽ താമസിക്കാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല അച്ഛന് വേറെ അറിയൂ, എന്നോടും പറയാം നിങ്ങളെ പൈസ ജീവിതത്തിൽ
ഉള്ളിടത്തോളം സുഖമായിട്ട് ജീവിക്കും. ജീവിക്കണം. അതുകൊണ്ട് നല്ല വണ്ടി കിട്ടിയാൽ 50 രൂപ ചെലവാക്കിയിരിക്കണം. നല്ല വണ്ടി മേടിച്ചൊക്കെ അതുകൊണ്ടാ അല്ലേ? അച്ഛൻ പറയാനോ എനിക്കോ? അപ്പൊ ഈ ആൾക്കാർക്ക് പറയും പിന്നെ സഞ്ചരിക്കുന്ന കൊട്ടാരത്തിലല്ല ഇപ്പൊ ഇയാൾ നടക്കുന്ന കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇവിടെ ഹെലികോപ്റ്റർ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയ ഇതിന്റെ മേലെ ഹെലികോപ്റ്റർ ഇറക്കിയാനത്. അതാണ് കറക്റ്റ്. ജീവിതത്തിന്റെ കറക്റ്റ് അല്ലേ? നമ്മൾ എന്നോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ജീവിക്കുന്ന സന്തോഷത്താലും സുഖം. വിജയരാഘവനെ കുട്ടേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത് വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും സിനിമക്കാരും വരെ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്നു. നമ്മൾ കുട്ടേട്ടൻ്റെ കുടുംബത്തിനൊപ്പമാണ്. കുട്ടേട്ടൻ്റെ ഭാര്യ സുമ എന്ന് വിളിക്കുന്ന അനിത, മരുമകൾ ശ്രുതി, 2 ആൺമക്കളാണ്. ഒരാൾ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സിനിമാ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്, മറ്റൊരാൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ് കുടുംബസമേതം. നമുക്ക് ആ കുടുംബവിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കുടുംബം. അപ്പം 2 ആൺമക്കളാണല്ലേ? 2 മക്കൾ. മൂത്തവൻ്റെ പേര്? മൂത്തവൻ ജിനദേവൻ, രണ്ടാമത്തവൻ ദേവദേവൻ. ജിനദേവൻ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? കടതണോ? ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു കമ്പി സിമെന്റ് ഹാർഡ്വെയർ ഷോപ്പ്. ഒളശ തന്നെ. അത് കഴിഞ്ഞപ്പം അവന്റെ ഭാര്യ ഡെന്റിസ്റ്റ് ഡോക്ടറാണ്. അപ്പൊ അവളൊരു ഹയർ സ്റ്റഡീസിന് വേണ്ടി യു കെക്ക് പോയി. അപ്പൊ ഇവന് തോന്നുന്ന ഞാനും കൂടെ പൊക്കോട്ടെ, അങ്ങനെ അങ്ങോട്ട് അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും പോയി. കുട്ടികളും ഇപ്പൊ അവരവിടെ സെറ്റിൽ ചെയ്തു. ഇപ്പൊ ആ ഷോപ്പ് ശ്രുതി അപ്പൊ ബിസിനസ് മാനേജ്മെന്റ് ആയി. ശ്രുതി രണ്ടാമത്തെ മകന്റെ ദേവദേവന്റെ വൈഫ്. ദേവദേവന്റെ മകളാണ് ചിന്നമ്മ. എന്റെ അമ്മയുടെ പേരാ ചിന്നമ്മ. ചിന്നമ്മ. സ്കൂളിലെ പേരെന്താ? ചിന്മയി ദേവദേവ്. ഓ, സൂപ്പർ പേര്. ഇപ്പം ഹസ്ബൻഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, എറണാകുളത്താണ്. അപ്പൊ ഇവിടെ കട നടത്തുന്നത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുമ്പോ റാന്നിക്കാരിയാ? ഒരു സ്ഥാപനം നടത്തുമെന്ന് വിചാരിച്ചിരുന്നോ? നിങ്ങളെ പരിചയം? ഇല്ല, ഞങ്ങൾ മാട്രിമോണി വഴിയാണ്. ഇപ്പം ഈ വിജയരാഘവന്റെ മോനാന്നറിയായിരുന്നു പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അല്ലെ? പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട്. എന്ത് റാന്നിയിലാണ് പഠിച്ചതൊക്കെ? റാന്നിയിലാണോ? റാന്നിയിലാണ് ഞാൻ പഠിച്ചതൊക്കെ. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ജോലിക്കൊന്നും പോകുന്നില്ല? ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചിന്നമ്മൂനെ പ്രഗ്നന്റ് ആയ സമയം തൊട്ടിട്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കുമ്പോഴാണ് ഈ ബിസിനസിന്റെ ഒരു ആലോചന. അതിലേക്ക് അല്ല, ഈ സുമ എന്നുള്ള പേരെങ്ങനെ വന്നതാ? സുമേൻ എന്റെ ശരിക്കുള്ള പേര്. ഒറിജിനൽ പേരാതാ? പിന്നെ അനിത എന്ന് പറഞ്ഞു സ്കൂളിലൊക്കെ ഇട്ടിരുന്നു. ഒറിജിനൽ പേര്. ഇത് എങ്ങനെ വിജയരാഘവന് നേരത്തെ പറഞ്ഞുണ്ടോ? എടുത്തോണ്ട് വന്നിട്ട് ഓർമ്മയുണ്ട് എടുത്തോണ്ട്. നിങ്ങൾ ബന്ധുക്കളാണ്? ഇവളുടെ അമ്മാവനാണ് എന്റെ മൂത്ത സിസ്റ്ററെ കല്യാണം കഴിച്ചത്. അമ്മാവങ്ങളുടെ ബന്ധമുണ്ട് ഒരുപാട്. എന്റെ അച്ഛന്റെ മുറപ്പെണ്ണിന്റെ മകളുടെ മകളാണ്. ഓക്കെ. അല്ല, അപ്പൊ നാടകക്കാരനായിട്ടിരിക്കുമ്പോഴേ കെട്ടുന്നത്? സിനിമക്കാരനാവുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. സിനിമക്കാരനായത് ബുദ്ധിമുട്ടായോ? ഇല്ല. അല്ല, ഇപ്പൊ സിനിമയായിട്ട് ഇങ്ങനെ നടക്കുമ്പോ കുടുംബത്തിന്റെ ഭാരമെല്ലാം വന്നില്ല? അതെ, അപ്പൊ സിനിമയായതേ ഉള്ളൂ അല്ലേ? അതെ, സിനിമയിലായപ്പോഴാണ് പിന്നെ ഫ്രീ ആയത്. നാടകമാകുമ്പോ അത് അറിഞ്ഞോണ്ട് കെട്ടിയതാ, അതുകൊണ്ട് പരാതിയില്ല. എങ്ങനെയാ അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ എങ്ങനെ മക്കളെ വളർത്തുക? അപ്പൊ അതിനൊരു ഇതുണ്ടായില്ലേ, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല? ഇല്ല, ഞങ്ങളിവിടെ കൂട്ടുകുടുംബമായിരുന്നല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ പെങ്ങന്മാരുടെ മക്കളും എല്ലാം 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ എല്ലാവരും തമ്മിൽ, പിള്ളേര്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് 5 പേർക്കും നല്ല ലാവിഷായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണോ? അതെങ്ങനെ ഇവിടെ ആൾക്കാരെന്നും ഉണ്ടാവുമോ? മിക്കവാറും ഉണ്ട്, എന്നും ഉണ്ട്. ഞാൻ വലിയച്ഛൻ ഉള്ളപ്പോഴും ഉണ്ട്, പിന്നെ ചേട്ടൻ ഇവിടെ ഉള്ളപ്പോഴും ആരെങ്കിലും ഒക്കെ കാണും. പിന്നെ അത് ശീലമായി, അത് കാരണം കുഴപ്പമില്ല. അതുകൊണ്ടാണ് എത്ര പേര് വന്നാലും പ്രശ്നമില്ല. അപ്പൊ ഫുഡ് ഉണ്ടാവും. കൂട്ടുകാരനാവും ഞങ്ങളോട് ഇവിടുത്തെ കഴിക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാവത്തില്ല, ഇല്ല കഴിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി തരും, നന്ദി പറയുന്നു. ഈ കുട്ടനാട് ഭാഗത്ത് വരുമ്പം, കുട്ടനാട് ചേർന്നാണല്ലോ ഇതുമല്ലേ, കരിമീനൊക്കെ കഴിക്കുന്നൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ ശ്രദ്ധിക്കുന്ന പോലെ കുടുംബത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരത്തില്ലേ? ശ്രദ്ധിക്കില്ല, എല്ലാ കാര്യങ്ങളും നോക്കും. ആണോ? സിനിമയിലാണെങ്കിലും കുടുംബകാര്യങ്ങളിലും ഉത്തരവാദിത്വം ഉണ്ടാവും. പരാതിയൊന്നുമില്ല, സമയമില്ല എന്നുള്ള പരാതിയൊന്നുമില്ല. വേറെ എന്നാ പറയാനുള്ളത് സിനിമാക്കാരൻ എന്ന നിലയിൽ? സിനിമ കാണാറുണ്ടോ? പിന്നെ അപ്പോഴെന്ത് ചെയ്യും? ഈ ആളുകൾ ചവിട്ടി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിഷമം വരാറുണ്ടോ? സിനിമയല്ലേ, അതുകൊണ്ട് ഒന്നും തോന്നാറില്ല. വാശി കിട്ടുമല്ലോ, 2 ചവിട്ടി കിട്ടിയാല്
ഇപ്പോഴും ഞാനും അത് എനിക്ക് കൊച്ചിനെ മുതൽ അറിയാവുന്നത് കൊണ്ട് ഓ അപ്പൊ നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരുന്നു ആദ്യം മുതൽ, കൈവിട്ടു പോയിട്ടില്ല. അല്ല അപ്പൊ ഇപ്പൊ സിനിമ ഷൂട്ടിങ്ങിന് പ്രേമമായിരുന്നു. പ്രേമൊന്നുമില്ല, പ്രേമിച്ചില്ല. പറഞ്ഞിട്ടില്ല. പ്രേമിച്ചിട്ടില്ല. ഇല്ല, പ്രേമം ഉണ്ടായിരുന്നു ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രേമിച്ചിരുന്നാ പറഞ്ഞേ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അല്ല, കല്യാണം കഴിച്ചിട്ട് I love you എന്ന് പറഞ്ഞില്ല. ആവശ്യമില്ല. എനിക്കെന്താ നാക്ക് പൊങ്ങൂല. അല്ല അല്ല, അതിപ്പോ അമ്മ മരിച്ചപ്പോഴാണ് അമ്മയോടുള്ള ആ ഇഷ്ടം മനസ്സിലായത്. അതുപോലെയാണ്. പക്ഷെ ഇപ്പം വേറെ കാര്യം ഞാൻ പറയും. ഇപ്പം ഈ പിള്ളേർ കല്യാണം കഴിച്ചു കൊച്ചുമക്കളൊക്കെ ആയില്ലേ, ഇപ്പം കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നു. ഓക്കെ. ഞാനും സുമയും അങ്ങനെ വേറെ ആരെ ഉള്ളത് എന്നുവെച്ചാൽ പിള്ളേർ നമ്മുടെ മോശമായിട്ട് എല്ലാവർക്കും നമ്മുടെ വലിയ കാര്യം. എന്നാലും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറച്ചും കൂടെ അടുപ്പം കൊച്ചുമക്കളാവുമ്പോഴാണ്. കൊച്ചുമക്കളാണ്. അതിന്റെ കാര്യം എന്നറിയോ, നമ്മൾ ഈ മക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഓട്ടത്തിലും തിരക്കലുമായിരിക്കും. ആ മക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹം കൊച്ചുമക്കൾക്ക് കൊടുക്കും. കാരണം അപ്പൊ കുറച്ച് സമയം കിട്ടും. അവളിപ്പോ എന്റെ കൂടെ കിടക്കുള്ളൂ. മനസ്സിലായി. ചിന്നമ്മന്റെ ഡയലോഗ് കേട്ടപ്പോഴും പിടി കിട്ടി. അപ്പൊ മൂത്ത മക്കള് അവരെ എപ്പോഴും വിളിക്കും അല്ലേ? അവരിപ്പം നമ്മുടെ ഫോൺ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അകലം തോന്നുമല്ലോ. UK എന്നൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക്. ഇപ്പം ഇപ്പൊ വേണേ കാണാതെ UK പോയില്ല ഇതുവരെ, അവര് പോയിട്ട് പോണം. സന്തോഷം. നിങ്ങളുടെ ഈ കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു സാമൂഹ്യ വിമർശനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇതില് അത് വളരെ കുറച്ച് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ റിസ്ക് ഉണ്ടാവും, പക്ഷേ ജെന്യുവിനായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊരു ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷം. താങ്ക് യു എല്ലാവർക്കും സന്തോഷം. താങ്ക് യു.